ശ്രീ നന്ദു, ഇവിടെ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നതിന് വേണ്ടിയാണ് തങ്ങൾ ഇത്തരത്തിലുള്ള സംഘടനകളുമായി കൂട്ടുകൂടുന്നത് എന്നുള്ള തൊടുന്യായം ഒരു ഭാഗത്ത് ഉയർത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ വച്ചു പുലർത്തുന്ന നയങ്ങൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ മൗനം പാലിക്കുന്നു. പല രീതിയിലുള്ള വിശദീകരണങ്ങളും നൽകുന്നുണ്ട്. നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ടും സിമിയിലും തുടങ്ങി വെൽഫെയർ പാർട്ടിയിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഇവരൊക്കെ വച്ചു പുലർത്തുന്ന മതരാഷ്ട്രവാദം എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല ഈ കേരള സമൂഹത്തിൽ ഇവർക്ക് നൽകാനുള്ളത് എന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ ഭൂരിപക്ഷ വർഗീയത എന്ന് വരുത്തി തീർത്ത് BJPക്കെതിരെ ഒരു വലിയ അജണ്ട തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ഇടതും വലതും ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം തന്നെയാണോ കാണുന്നത്? അല്ല, ഇതിനകത്ത് വളരെ അപകടകരമായൊരു സാഹചര്യം. കേരളത്തിൽ ഇലക്ഷൻ ഏപ്രിൽ മാസം 9-ാം തീയതി അവസാനിക്കും. പക്ഷേ ഇവരിന്ന് പാലൂട്ടി വളർത്തുന്ന ഈ വിഷസർപ്പങ്ങൾ നാളെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ആരെയൊക്കെയാണ് കൊത്താൻ വേണ്ടി പോകുന്നത് എന്ന് ഒരു ബോധ്യം പോലും ഇല്ലാത്ത, ഉത്തരവാദിത്വമില്ലാത്തൊരു രാഷ്ട്രീയം ഇവിടുത്തെ ഇടതു വലത് മുന്നണികൾ കളിക്കുന്നുണ്ട്. ആ രാഷ്ട്രീയം കേരളത്തിലെ പൊതു സാഹചര്യത്തിന് അപകടകരമാം വിധം കേരളത്തിൻ്റെ പൊതു സാഹചര്യത്തെ ദുഷ്കരമായൊരു സാഹചര്യത്തിലേക്ക് തള്ളിവിടും. അത് അഭികാമ്യമാണോ അല്ലയോ എന്ന് ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന LDFും അതുപോലെ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന UDFും കൃത്യമായി തന്നെ മനസ്സിലാക്കിയില്ല എങ്കിൽ ഇന്ന് ഒരു അധ്യാപകൻ ഒരു ചോദ്യപേപ്പറിൽ 2 അക്ഷരം എഴുതി ചേർത്തതിൻ്റെ പേരിൽ കൈപ്പത്തി വെട്ടിമാറ്റിയ കേരളത്തിൽ വാട്സപ്പിൽ ഒരു ആഹ്വാനം നടത്തുമ്പോൾ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജില്ലകളിൽ ഒരു ഹർത്താലിൻ്റെ പ്രതീതി ഉണ്ടാക്കാനും അതിനെയൊക്കെ അവരുടെ വരുതിയിൽ നിർത്താനും കഴിയുന്ന രീതിയിലേക്ക് ഈ ഭീകരവാദ സംഘടനകളുടെ മുട്ടിൽ നിൽക്കുന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ സർക്കാരും പ്രതിപക്ഷവും മാറിയാൽ എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് പൊതുജനം കൃത്യമായി അടയാളപ്പെടുത്തേണ്ട സമയമാണിത്. നമ്മളൊരു കാര്യം രാഷ്ട്രീയത്തിനപ്പുറത്ത്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു SDPIക്ക് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അത് അംഗീകാരം കൊടുത്തത് കൊണ്ടല്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി UDFുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞത് അവർ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക്, രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, വർഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നടത്തുന്നവരാണ്, അതുപോലെ ഇസ്ലാമിക രാഷ്ട്രം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ്, അതുകൊണ്ട് അവരെ ഞങ്ങൾ കൃത്യമായി മാറ്റി നിർത്തുന്നു എന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആ മുഖ്യമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇവിടെ ഇരിക്കുന്ന പ്രതിനിധി യോജിക്കുന്നുണ്ടോ ഇല്ലയോ? ഒന്നാമത്തെ ചോദ്യം. 2, വെൽഫെയർ പാർട്ടി ഈ പറയുന്ന രീതിയിൽ ഒരു വർഗീയ പാർട്ടിയും അതുപോലെ തന്നെ ഈ പറയുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മതരാഷ്ട്രവാദത്തിൻ്റെ പാർട്ടിയാണോ അല്ലയോ? അതുപോലെ അവർ UDFിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളിത് പറയുന്നു. ഇതേ സ്വഭാവമുള്ള അവർക്കും ഇലക്ഷൻ കമ്മീഷൻ്റെ, വെൽഫെയർ പാർട്ടിക്കും ഇലക്ഷൻ കമ്മീഷൻ്റെ അഫിലിയേഷൻ ഉണ്ട്. അതുകൊണ്ട് അവർ വർഗീയ പാർട്ടി ആവുന്നില്ല, അവർ രാജ്യവിരുദ്ധ പാർട്ടി ആവുന്നില്ല എന്ന നിലപാട് ഈ പറയുന്ന CPIMനുണ്ടോ? അപ്പോൾ ഇതൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണം. 4 വോട്ടിനു വേണ്ടി നമ്മൾ നടത്തുന്ന നീചമായ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഭാരതത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അതുപോലെ തന്നെ കേരളത്തിൻ്റെയും സുരക്ഷിതത്വത്തെ ബാധിക്കും എന്നുള്ള ബോധ്യത്തോടു കൂടി ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നിങ്ങൾ രണ്ടുപേരും തയ്യാറാവുന്നില്ല എന്നുള്ളിടത്താണ് ഇത്തരം തീവ്ര ഗ്രൂപ്പുകൾ, ഇത്തരം തീവ്രമായിട്ടുള്ള രാജ്യവിരുദ്ധ ഗ്രൂപ്പുകൾ കേരളത്തെ ഒരു സേഫ് പോസ്റ്റായി അല്ലെങ്കിൽ സേഫ് പ്ലേസായി കാണുന്നതും അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ തായ്വേരായി കേരളത്തെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറിയത്. നിങ്ങളുടെ കോട്ടകളായിട്ടുള്ള CPMന് ഏറ്റവും ശക്തമായ നിലകളുണ്ടായിരുന്ന കനകമല അടക്കമുള്ള സ്ഥലങ്ങളിൽ സിമിയുടെ ഉൾപ്പെടെയുള്ള ക്യാമ്പുകൾ നടന്നത് ഇത്തരത്തിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള അല്പത്തരത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ഈ രാഷ്ട്രീയമായി കാണിക്കുന്ന ഈ പക്വതയില്ലായ്മയും 4 വോട്ടിന് വേണ്ടിയിട്ട് ഏത് ഭീകരവാദിയുടെ മുന്നിലും ചെന്ന് മുട്ടിൽ നിൽക്കാനുള്ള നിങ്ങളുടെ ഈ തരം താഴ്ന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാട്ടിൽ പലതരത്തിലുള്ള കലാപങ്ങൾക്കും അതുപോലെ തന്നെ ISISലേക്ക് ഏറ്റവും അധികം ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയായി കേരളം മാറുന്ന സാഹചര്യം ഉണ്ടായത്. പച്ച വെളിച്ചം പോലെ കേരളത്തിനകത്തെ വളരെ സെക്യുലറായി നിൽക്കേണ്ട കേരളത്തിലെ പോലീസ് സംവിധാനത്തിനകത്ത് പച്ച വെളിച്ചം പോലെ SDPIക്കും ഭീകരവാദ സംഘടനകൾക്കും ഒത്താശ ചെയ്യുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായത് നിങ്ങളുടെ ഈ മൃദു സമീപനം കൊണ്ടാണ്. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും പാലൂട്ടി വളർത്തുന്ന ഈ വിഷസർപ്പം ഒരു കാലത്ത് ഭണം നിവർത്തി കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ആകെ അപകടത്തിലാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും എന്ന് മനസ്സിലാക്കാതെ 4 വോട്ടിന് വേണ്ടി നിങ്ങൾ ഈ കാണിക്കുന്നതിനെ കേരളത്തിലെ ജനം കൃത്യമായി അടയാളപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി കേരളത്തിനകത്ത് വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കാനുള്ള കെൽപ്പ് ഇന്ന് LDFിനില്ല. കേരളത്തിനകത്ത് രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് ചോദിക്കാനുള്ള കെൽപ്പ് ഇന്ന് UDFിനുമില്ല. കാരണം അവരെങ്ങനെയൊക്കെ പറഞ്ഞാലും ഇവർ രണ്ടുപേരും ഒന്നാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. വികസന കാര്യത്തിൽ ഇവർക്ക് രണ്ടുപേർക്ക് 2 നിലപാടല്ല, ഒരു നിലപാടാണ് എന്ന് കേരളത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം വലിയ ചർച്ചകൾ പല വിഷയങ്ങളെക്കുറിച്ച് നടന്നു. ഇന്ന് മുസ്ലിം ലീഗിൻ്റെ
ഒരു നേതാവ്, ഒരു വനിതാ നേതാവ് തന്നെ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുകയാണ്. മതമാണ് 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 സർവ്വവും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു മുസ്ലിം ലീഗ് നേതാവ് പ്രസംഗിക്കുകയാണ്. അതുപോലെ തന്നെ മതത്തിന് വേണ്ടിയിട്ട്, ആ സമുദായത്തിന് വേണ്ടിയിട്ടാണ് അധികാരം പിടിക്കേണ്ടത് എന്ന് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് സംസാരിക്കുന്നു. ഇതിനെയൊക്കെ കണ്ടിട്ടും അരിയും മലരും വാങ്ങി വെച്ചോളൂ, എത്തിപ്പോയി നിൻ്റെയൊക്കെ കാലന്മാർ, അതുപോലെ തന്നെ കുന്തിരിക്കം വാങ്ങിവെച്ചോ, എത്തിപ്പോയി നിൻ്റെയൊക്കെ കാലന്മാർ എന്ന് ആലപ്പുഴയുടെ തെരുവീതികളിൽ പട്ടാപ്പകലിൽ 400 പോലീസുകാർ നിരന്നു നിൽക്കുമ്പോൾ ആ മുദ്രാവാക്യം വിളിച്ച SDPI-കാരൻ ഈ നാട്ടിൽ സ്വതന്ത്രനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, ആ SDPI-കാരനെ കുറിച്ചാണ് LDF-ൻ്റെ പ്രതിനിധി പറയുന്നത്. അദ്ദേഹത്തിന് മാടപ്രാവിൻ്റെ മനസ്സാണ് എന്ന് LDF-ൻ്റെ പ്രതിനിധി പറയുമ്പോൾ, അഭിമന്യു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, SFI-കാരനായിട്ടുള്ള ചെറുപ്പക്കാരൻ്റെ നെഞ്ചിലേക്ക് കത്തി ആഴ്ത്തിയിറക്കി അദ്ദേഹത്തെ കൊന്ന, വർഗീയത തുലയട്ടെ എന്ന് ഈ LDF-ൻ്റെ നേതൃത്വം ഈ നാട്ടിലെ ചുമരുകളിലെല്ലാം സ്റ്റിക്കർ പതിച്ചപ്പോൾ ആ വർഗീയതയ്ക്ക് നേതൃത്വം കൊടുത്ത SDPI-യെ ഈ പറയുന്ന LDF-ൻ്റെ പ്രതിനിധി വന്നിരുന്ന് വെള്ളപൂശുന്നത് കാണുമ്പോൾ, അതുപോലെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വെള്ളപൂശുന്നത് കാണുമ്പോൾ ആ അമ്മയുടെ മനസ്സ് എത്രത്തോളം കലങ്ങുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കേരളത്തിനകത്ത് വർഗീയതയെ താലോലിച്ചുകൊണ്ട്, വർഗീയതയ്ക്ക് പാലൂട്ടിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ നാറിയ രാഷ്ട്രീയം, ഈ അപകടകരമായ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം അവസാനിപ്പിക്കാതെ കേരളത്തിന് മോചനമില്ല എന്ന കൃത്യമായ നിലപാടാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്.